സോറി ഗൈസ്, നമ്മളെങ്ങോട്ടേ പാതിര കോഴിക്കളെ മരിട്ടത്ത് പോകുന്നതിന് നവലി പറഞ്ഞുതരാം. കേരളത്തെ കാത്തിരിപ്പിന് ശേഷം അമ്മോൻ പിള്ളേരും ഒരു ഉല്ലാസ യാത്ര പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഒരു ഉല്ലാസ യാത്ര. നമ്മള് പിന്നെ പൊട്ട കെട്ടി കിടക്കുന്ന താവളായതുകൊണ്ട് 2-3 എളുപ്പിന് കഴിഞ്ഞപ്പോ കാണുന്ന പൊലിവാണ് ഈ കാണുന്നത്. പിന്നെ പൊലിവാതെ കഴിഞ്ഞ് കുറച്ചും പാടെ കയറി വെക്കുമ്പോ പേരും മഴ മാത്രമാണെങ്കിൽ സഹിച്ചേനി. പക്ഷെ കോട 1.5 കോടയാണ് മനെ. അപ്പൊ കോട കണ്ടു പോകുമ്പോഴാണ് അമ്മോന്റെ വർത്താനം. പുറത്തത്തെ മാത്രമല്ലേ ഉള്ളത്ത് കൊടുക്കുന്നത്. അപ്പൊ അമ്മോൻ പറഞ്ഞിപ്പിച്ചതാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതിന്റെ മൂത്തോടെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ് നമ്മളെ സാധിച്ചു കൊടുക്കണല്ലോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ സൂക്ഷിച്ചു നോക്കിയാൽ ഞങ്ങൾക്ക് ഒരു സാധനം കണ്ടുപിടിക്കാൻ കഴിയും. അതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയും. പിന്നെ ഉയരം കൂടുന്നോണ്ട് ഗോഡയുടെ പവർ കൂടുന്നോണ്ടും കൈയൊന്നും അടങ്ങിയിരിക്കാതെയായി. അപ്പൊ ഫോണൊക്കെ തൂക്കി പിടിച്ചോണ്ട് വീഡിയോ എടുക്കലും തുടങ്ങി. അങ്ങനെ കുറച്ച് വീഡിയോ അവിടെ ഇവിടെ എടുത്ത് പോകണം. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരുടെയും റേഡിയോ എടുത്ത് സാധിച്ചു തുടങ്ങി. അങ്ങനെ റേഡിയോ എടുത്ത് സാധിച്ച വെള്ളം മാറ്റി കൂളൻ്റെ ആക്കാൻ വേണ്ടി നിർത്തിയ രംഗാടുപ്പും കൂടെ ഈ കാണുന്നത്. അങ്ങനെ കൂളൻ്റെ ഒക്കെ പാടുന്ന കാണാൻ അമ്മോന്റെ ഫോട്ടോ എടുക്കണ ആഴ്ച ഈ കാണുന്നത്. എന്താ ലുക്ക്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം നിന്നപ്പോഴാണ് ഇത് വരുന്നത്. വല്ലാത്തൊരിത്. എന്തൊരിത്, ഇങ്ങനെണ്ടൊരിത്, അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കവിടെ. അങ്ങനെ ഇത് കൂടാൻ വേണ്ടിട്ട് കാത്തുന്നോ. ഇത് കൂടി നമ്മുടെ പ്രോ ലെവൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി കണ്ടപ്പോ അതിലെ വന്ന് തമിഴ്നാട് പോലീസ് മാമന്മാർ അവരുടെ വണ്ടിയുടെ വീഡിയോ എടുത്തിരുന്നത് ചോദിച്ചു. അതും എടുത്ത് നമ്മളെ ഹാപ്പി ആയിട്ട് വിട്ടിട്ടുണ്ട് അവിടെ. അപ്പൊ അതും കഴിഞ്ഞപ്പോൾ നമ്മള് കേരളത്തിൽ ഒരു ഈച്ചർ വണ്ടി അവരുടെ വീഡിയോ എടുത്ത് കൊടുത്ത് അവരെ ഹാപ്പി ആക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വീഡിയോ എടുത്ത് കൊടുത്ത് എല്ലാവരും ഹാപ്പി ആക്കി വിട്ട് പോകാൻ നിന്നപ്പോഴാണ് അമ്മോനാട് വ്ളോഗിങ് തുടങ്ങിയത്. അങ്ങനെ അമ്മയുടെ വ്ളോഗിങ് ഒക്കെ കഴിഞ്ഞാൽ അമ്മ നേരെ വണ്ടി എടുത്തു. അങ്ങനെ വണ്ടി എടുത്ത് പോകണേക്കെന്നാണ് അമ്മ 2 കാര്യം പറഞ്ഞത്. ഒന്നമ്മൊരു BGM ഒക്കെ ഇട്ടാണ് നല്ല റീലെടുക്കണം. രണ്ടാമത്തെ പോകട്ട് കുറേ ആയി. പക്ഷേ ഇപ്പോഴാരും പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല അതില്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് റീലെടുക്കാം, മറ്റു പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പൊ നല്ല സ്ഥലം നോക്കിയാണ് ചവിട്ടി കൊടുത്തു. അമ്മന്റെ ഇതൊരു മാസം ഡയലോഗ് കൊടുക്കുക. അങ്ങനെ അമ്മ റീലെടുക്കലൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ റിഹേഴ്സൽ തുടങ്ങി. പിന്നെ എത്രയും നേരമായിട്ട് നമ്മൾ എവിടെക്കാൻ പോകണമെന്നും എവിടെ എത്തിയെന്നും എന്താണെന്നൊന്നും പറയുന്നില്ല. അപ്പൊ ഇനി പോയി കാര്യത്തിക്കൊരു കടക്ക എന്താന്ന് എങ്ങോട്ടാന്നൊക്കെ അവര് നമ്മള് വീടിന്റെ തുടക്കത്തെ പറഞ്ഞവരെ അപ്പൊ ഉല്ലാസ യാത്രകൾ ഇറങ്ങിയിരിക്കണേ. അപ്പൊ എങ്ങോട്ടാന്നല്ല നമ്മളെ കൂടലൂരിനുള്ളിൽ കയറിയിട്ട് ഒരു ഗ്രാമം ഉണ്ട് ചെറുത്. ആ ഗ്രാമത്തിന്റെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ട്. സ്ഥലപ്പേര് വരുന്നത് എല്ലമലയിൽ ഓവാല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു വില്ലേജ്. അങ്ങനെ നമ്മൾ പോവാൻ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മളുടെ ഏറെ നേരത്തെ യാത്ര ഓവാല അടിവാരത്തെത്തിയിരിക്കുന്നു. അപ്പൊ അവിടേക്ക് ഒന്ന് കണ്ടിറങ്ങി എന്തെന്ന് റിവ്യൂ ഒക്കെ പറഞ്ഞാണ്ട് നേരെ പിന്നെയും മേലേക്കണ്ട് കയറുക. അങ്ങനെ നമ്മൾ കയറി മേൽവാലത്ത് എത്തിയിരിക്കുകയാണേ. അങ്ങനെ മേൽവാലത്ത് എന്താ കാണാനില്ലെന്ന് ചോദിച്ചാല് ഈ ഒരു മുതലിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഈ ഒരു മുതലാണ് നമുക്കവിടെ കാണാനുള്ളത്. പിന്നെ ആ നാടിന്റെ ഭംഗിയും പിന്നെ ആ നാടിനെ ചുറ്റിപ്പറ്റിയുള്ള മലകളും കൃഷി സ്ഥലങ്ങളും അതൊക്കെ തന്നെയാണ് നമ്മളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്കൂടെ അത് ചുറ്റുമണിന്റെ കേട്ടോ. ഇത് എന്നിട്ട് നമ്മളെ ചുറ്റുമണി പിന്നെ ചുറ്റുമണിന്റെ 2 റോഡ് കളിപ്പിച്ചാണ്ട് നമ്മള് നേരെ ഫോട്ടോ എടുക്കലേക്ക് ഒരു ചാടി. ആ വണ്ടിമ്മ കയറിയിരിക്കുന്ന നമ്മളെ വലിയ സന്തതി. പിന്നെ രണ്ടാമത്തെ ഒരുത്തിന്റെ ഓനെനിക്ക് വീഡിയോയിൽ അവരിവിടെ കേട്ടേ കിട്ടണുള്ളൂ. ഇപ്പൊ ചെറുതുണ്ടാവുകയെ ഞാനേതോ എന്റെ ബാക്കിൽ അടുക്കളയിൽ പോയി നിൽക്കുകയാണ്. അങ്ങനെയല്ല, ഇപ്പോഴത്തെ പള്ളിന്റെ അടുത്ത് ബാത്റൂമത്തെ വ്യൂ ആണ് കളി കാണുന്നത്. എന്താ വ്യൂലെ. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം കണ്ടിറങ്ങിയാണ്ട് നമ്മളെ നേരെ മസനഗുടി എത്തിയേക്കാണ്. മസനഗുടിന്ന് മൃഗങ്ങളെ ആട്ടിപ്പയിപ്പിക്കുകയാണ് നമ്മൾ അടുത്ത ജോലി. കാരണം അമ്മോനും പിള്ളേർക്കും അലമ്പിൽ ഗോൾഡ് മെഡൽ കിട്ടിയതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ നമ്മള് മുന്നേക്കാവും. കുറെ അവിടെ നോക്കി പക്ഷെ ആരും കണ്ടില്ല ആട്ടിപ്പയിപ്പിക്കാൻ. അങ്ങനെ മൃഗങ്ങളെ കാണാതെ മുന്നേക്ക് സങ്കടത്തോട് വന്നപ്പോൾ മുന്നിലത്തെ ഒരു രാഹുൽ മാൻ അതിന് ഞങ്ങളെ കണ്ടപ്പോ എന്നെ കാട്ടിക്കൂടെ ജീവനും കൊണ്ട് വണ്ടി. അങ്ങനെ കുറച്ച് മത മുന്നിൽ പോയപ്പോ വണ്ടിയിൽ കിടക്കണ ഒരേ സാധനങ്ങൾ റൂട്ടിൽ കിടക്കണം. എന്താ കാറ്റ പുറത്തില്ല ചിലയിനൊക്കെ വണ്ടി കിടക്കുന്ന സാധനങ്ങളെ ചെറിയൊരു മുഖച്ചായ ഡബ്ബലി നമ്മളെ കണ്ടാടി ജീവനം കൊണ്ട് വണ്ടറുമുണ്ട്. അല്ലെ നമ്മള് സ്കൂളിലൊക്കെ പഠിച്ച ആ രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോ അങ്ങനെ കുറച്ച് പറഞ്ഞു പോയപ്പോ പിന്നെ സാക്കുന്നത് രാഹുൽ മാൻ. പിന്നെ കുറച്ച് അപ്പുറത്ത് നോക്കിയപ്പോഴല്ലേ രാഹുൽ മാൻകൂട്ടത്തിനെ കണ്ടത്. ഈ മാൻകൂട്ടത്തിനാണെങ്കിലോ പോർട്രേറ്റിൽ കൊള്ളാത്തോണ്ട് ലാൻഡ്സ്കേപ്പ് ആക്കിയാണ് എടുത്തത്. അങ്ങനെ നമ്മൾ പോയി കണ്ട് നേരെ മസനഗുടി അന്താടി എത്തി. ഇനി അമ്മോനും പിള്ളേരും മസനഗുടി അന്താടി വരിക്കും. അങ്ങനെ മസനഗുടി അന്താടി 2 ഐസും വാങ്ങി തിന്നിരുന്ന എന്നെയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഐസൊക്കെ തിന്നാണ്ട് കനാലിന്റെ സൈഡിൽ കാറ്റും കൊണ്ട് റെസ്റ്റ് എടുക്കാൻ വന്നപ്പോഴാണ് അമ്മോനെ കാര്യം പറയുന്നത്. ഖലീഫുവിനെ കല്ലുകൊണ്ട് കുത്തണം. അങ്ങനെ അമ്മോന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കല്ലും കൊണ്ടുപോയി കുത്തുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പക്ഷെ ചെറിയൊരു പൊട്ടതരം കാട്ടി. അമര ഖലീഫ അല്ല സത്യം. പിന്നീടാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ആഗ്രഹം വന്നിട്ട് കൂടി അണ്ടർവേദം തിരിഞ്ഞ് യാത്രയായി. അങ്ങനെ വീണ്ടും നമ്മൾ ബസ്സിനെ കൂടി എത്തി ഒരു കുട്ടിയാനയെ കണ്ടു. പിന്നെ പറയാൻ വിട്ടുപോയി. ബസ്സിനെ കൂടി വഴി ഊട്ടിയിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക.
കാരണം ഊട്ടിയിൽ കടത്തി വിടുന്നില്ല, ചെക്ക് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മസനഗുരി വഴി പോയി മസനഗുരി വഴി തന്നെ തിരിച്ചിറങ്ങിയത്. പിന്നെ നമ്മൾ കുറെ മാൻകൂട്ടത്തെ കണ്ടു ഗൈസ്, രാഹുൽ മാൻകൂട്ടത്തെ. അങ്ങനെ പിന്നെയും ഇതൊന്നും ഓടി ഗൈസ്. ഹോ, എന്തൊരിതത്, ഇങ്ങനുണ്ടൊരിത്, അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കവിടെ. അങ്ങനെ അവിടെ ഇരുന്നുണ്ട് പൂർണ്ണയ്ക്കുന്ന ഒരു ഹിഡൻ സ്പോട്ടിലൂടെ കയറി ഗൈസ്. ഈ പോകുന്ന സ്ഥലം ശരിക്കും ഞങ്ങളുടെ ലാസ്റ്റ് ലൊക്കേഷൻ തന്നെയായിരുന്നു, ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലാത്തൊരു ലൊക്കേഷൻ. നമ്മൾ അവിടെ വന്നിറങ്ങിയത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ അങ്ങോട്ട് ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിഞ്ഞില്ല. കോട ഒരു റീലെടുക്കാൻ പറഞ്ഞതാ ഈ കാണുന്നത്. ഇവിടെ നടത്തി നോക്കി പട്ടി ചന്തകോഴായിട്ടുണ്ട്. അവസാനം ഞാൻ സ്വന്തമായിട്ട് വീടെടുക്കാൻ പോയി. അപ്പോഴാണെങ്കിൽ ബാക്കുന്നൊരു പുള്ളി ഗൾഫ് എടുക്കാണ്ട് വാറിനാണ്ട്. അപ്പൊ അങ്ങനത്തെ കൊണ്ടൊക്കെ കഴിച്ചപ്പോ ഇവിടെ ഈ കാണുന്നത്. അങ്ങനെ കൂട്ടത്തിൽ എന്നാണ്ട് ഞാനും കൂടുതൽ ഗൾഫ് എടുക്കാണ്. അപ്പൊ അവിടെ നോക്കുമ്പോ വീഡിയോ പോലത്തെ വീഡിയോ അമ്മക്കൊന്ന് കാണാം. യഹയൂ സമാവാത്തും അപ്പൊ അത് മുളക്കൂതി. അപ്പൊ അമ്മ പറഞ്ഞേ വണ്ടിന് കുറച്ച് വീഡിയോ എടുത്തത് അത് ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. അപ്പൊ എന്നായിക്കോട്ടെ എന്നും പറഞ്ഞാണ്ട് ഫ്രെയിമോട് സെറ്റാക്കി. ആ വേസിനാണ് കഥ. അങ്ങനെ 2 ക്ലിപ്പ് എടുത്ത് നോക്കുമ്പോ 3ാമത്തെ ക്ലിപ്പ് എടുക്കാനാകുമ്പോ അത് വീടിന് അടുത്തതാണ്. അവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറിട്ട് തേയിലോണ്ടോണ ജനങ്ങൾക്കൊക്കെ നമ്മളെ വീഡിയോ എടുത്ത പൊലി വയ്ക്കുക. അങ്ങനെ നമ്മള് കാലിലൂട്ടില്ല മണ്ണ് മുതൽ ആകാശം വരെ എല്ലാ സാധനവും ഒറ്റ ഫ്രെയിമിൽ കറക്റ്റ് എടുത്തുകൊണ്ട് അമ്മോനും കുട്ടികളും ഉല്ലാസ യാത്രയോടെ കഴിച്ച് കഥ.